എല്ലാവർക്കും ഒരു വിചാരമുണ്ട്, ഹിന്ദുക്കളെ എന്ത് വേണേലും പറയാം, എന്ത് വേണേലും ചെയ്യാം, എന്ത് വേണേലും ഏത് രീതിയിൽ വേണമെങ്കിലും ഉപദ്രവിക്കാമെന്ന്. എല്ലാവരും എന്ന് പറയുന്നത് എല്ലാവരെയൊന്നും അല്ല, ചില ആളുകൾ, ചില ഇനങ്ങൾ. അതായത് കണ്ണാ നിനക്കായി, എൻ്റെ കണ്ണനാണ് എൻ്റെ എല്ലാം, കണ്ണനാണ് എൻ്റെ സർവത്രം എന്ന് പറഞ്ഞിട്ട് ആ പറഞ്ഞ വൃത്തിയില്ലാത്തവൾ എന്ന് വേണമെങ്കിൽ വിളിക്കാം. പക്ഷെ ഞാനത് വിളിക്കുന്നില്ല, കാരണം അത് എനിക്ക് തോന്നുന്നില്ല വിളിക്കാനായിട്ട്. പക്ഷേ വൃത്തികേട് കാണിച്ചു എന്ന് എനിക്ക് എന്തായാലും പറയാൻ സാധിക്കും. കാരണം കൈ വച്ചിട്ട് കയ്യിൽ ഒരു മെഹന്തി ഡിസൈൻ ചെയ്യുകയാണ് പുള്ളിക്കാരത്തി. അതായത് ഇടത് കൈയുടെ വെള്ളയിൽ വരച്ചിരിക്കുന്നതോ വെണ്ണക്കള്ളൻ്റെ അല്ലെങ്കിൽ വെണ്ണക്കണ്ണൻ്റെ ഒരു മുഖമാണ് ഇവൾ വരച്ചിരിക്കുന്നത്. വെണ്ണക്കണ്ണൻ്റെ ഒരു ഫേസ് ഇവൾ സാധാരണ വരയ്ക്കുന്നത് പോലെ തന്നെയാണ്. കണ്ടു കഴിഞ്ഞാൽ ജോക്കർ സിനിമയിലെ ദിലീപിൻ്റെ ഫേസാണ് കേട്ടോ. ആ ഒരു കൈയുടെ വെള്ളയിൽ വരച്ച് വെച്ചിരിക്കുന്നു. അതും ഇടത് കൈയുടെ വെള്ളയിലാണ് ഇവൾ പടം വരച്ച് വെച്ചിരിക്കുന്നത്. ഓർത്ത് നോക്കൂ, ഇവൾ അപ്പിയിട്ടിട്ട് കഴുകുന്നതല്ലേ ഇടത്തെ കൈയുടെ വെള്ള വെച്ചിട്ട്. അതിന് വലത്തെ കൈ വെച്ചിട്ട് എന്തായാലും എന്തോ അറിയില്ല, സാധാരണ ആരും വലത് കൈ വെച്ചിട്ട് കഴിവില്ല. അപ്പോൾ ഇവള് ഇടത് കൈയുടെ വെള്ളയിൽ വെച്ചിട്ടാണ് ഈ ഒരു ചിത്രം വരച്ചിരിക്കുന്നത്. എന്നാ ചോദിക്കും, പിന്നെ ഞാനത് എങ്ങനെ വരയ്ക്കുമെന്ന്. വേണമെങ്കിൽ കൈയുടെ ഈ ഭാഗത്ത് വരയ്ക്കാം, പിന്നെ വേണേൽ ഈ ഭാഗത്ത് വരയ്ക്കാം, എവിടെ വേണേലും വരയ്ക്കാം. അതും അല്ലെങ്കിൽ ഈ ഭാഗത്ത് വരയ്ക്കാം. ഇവിടെ ഒന്നുമല്ല അവൾ വരച്ചിരിക്കുന്നത്, ഇടത് കൈയുടെ വെള്ളയിൽ. ഇതെന്തിനാണ് ഇവളിങ്ങനെ കാണിച്ചു വെച്ചിരിക്കുന്നത്? ഹൈന്ദവരെ ചൊടിപ്പിക്കാൻ വേണ്ടിയിട്ട്. ഇത് അരിയാഹാരം കഴിക്കുന്ന ഏതവൾക്കും മനസ്സിലാക്കാവുന്ന കാര്യമേ ഉള്ളൂ. നമ്മളെ എങ്ങനെയെല്ലാം ചൊറിയണം, എങ്ങനെയെല്ലാം മാന്തണം, അതിനു വേണ്ടിയിട്ട് ചെയ്യുന്ന പരിപാടിയാണിത്. അല്ലെങ്കിൽ നിങ്ങൾ ഓർത്തു നോക്കൂ, നമ്മുടെ ഭഗവാന്റെ ചിത്രം ഇടത്ത് കയ്യിൽ അവൾ ചന്തി കഴിവുന്ന സ്ഥലത്ത് വരച്ച് വെക്കുക എന്ന് പറഞ്ഞാൽ, അപ്പോൾ ഇവൾ ഏതർത്ഥത്തിലാണ് എൻ്റെ എൻ്റെ കന്യ നിനക്കായി എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? വെറുതെ അല്ലേ? ഇതെല്ലാം വെറും വ്യാജമല്ലേ, ഊടായ്പല്ലേ. ഊടായ്പിന് നമ്പർ 1 ആണ്, ഊടായ്പ് നമ്പർ 1. അല്ലാണ്ട് എന്താ ഇതൊക്കെ കണ്ടാൽ പറയുന്നത്? ഇങ്ങനെയൊക്കെ ചെയ്യാമോ മനുഷ്യർക്ക്? നമ്മൾ അങ്ങനെ ചെയ്താൽ ഇവരെന്ത് ചിന്തിക്കും? മുത്തു നബി എന്ന് ഇടത് കൈയിലെ വെള്ളയിൽ നമ്മൾ എഴുതി വെച്ചാൽ അവർക്ക് ഇഷ്ടപ്പെടുമോ? ഇവൾക്ക് പിന്നെ പ്രശ്നമില്ല, കാരണം ഇവൾക്ക് അങ്ങനെ ഒന്നും ഇല്ലല്ലോ, ആരെയും ഇഷ്ടമല്ലല്ലോ. എങ്ങനെയെങ്കിലും ആരെങ്കിലും ചൂഷണം ചെയ്ത് ജീവിക്കുക, അത്രയേ ഉള്ളൂ.